വർഷങ്ങൾക്ക് ശേഷം റിലീസായി കഴിഞ്ഞപ്പോഴും ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴും ട്രോളുകൾ പറയുന്നതും എല്ലാം തന്നെ അപ്രൂവ് ചെയ്തൊരു നടനാണ് ധ്യാൻ ചേട്ടൻ. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴും ആ സിനിമയ്ക്ക് വേണ്ടി അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ടും മറ്റ് സിനിമകളെ ആവേശം പോലത്തെ സിനിമകളും ഹിറ്റാവുന്നുണ്ട്. അതിലും കൂടുതൽ ഹിറ്റാണ് നമ്മുടെ സിനിമ എന്ന് പറയുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ. ഒരു സിനിമയെ അത്രത്തോളം പ്രൊമോഷൻ ചെയ്തിട്ട് ഹിറ്റ് അടിക്കണം എന്നുള്ളൊരു വാശിയുണ്ടല്ലോ, ആ കോൺഫിഡൻസ് അതെന്തുകൊണ്ടായിരുന്നു? ഒരു ഫെസ്റ്റിവൽ അല്ലേ, ഫെസ്റ്റിവൽ ആകുമ്പോൾ നമ്മള് ഫെസ്റ്റിവൽ ഒരു ക്ലാഷ് വരുന്ന സമയത്ത് ഇന്ന് നമ്മള് നിങ്ങളുടെ മുന്നിൽ തന്നെയല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോയത്. സ്വാഭാവികമായിട്ടും പിന്നെ നമ്മൾ പറയുന്ന ആൾക്കാർ എടുക്കുന്ന സെൻസ് ഭയങ്കര വേറെയല്ലേ. അവരെനിക്കിപ്പോ ചിത്തു അതിന് ശേഷം വന്നിട്ടുള്ള ഇന്റർവ്യൂല് പറഞ്ഞല്ലോ, ഞാൻ തമാശക്ക് പറഞ്ഞ നമുക്ക് വെറുതെ ഒരു ആവേശം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്കറിയാം ആവേശത്തിനെ കുറിച്ചും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആൾക്കാരൊക്കെ നമുക്ക് ന്യൂസ് കിട്ടും ഈ പടം എത്രത്തോളം നല്ലതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇത് പറഞ്ഞുകൊണ്ടൊന്നും ആ സിനിമ ഒരിക്കലും കാരണം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ ഒക്കെ കഴിഞ്ഞ് പടം ഹിറ്റ് ആയിന്ന് ഇത് വന്നു വെഡിക്റ്റ് വന്നതിന് ശേഷമാണ് ഞാൻ രാത്രി പോയിട്ട് തമാശക്ക് മറ്റേ സാധനമൊക്കെ പറഞ്ഞത്. അത് അതിന് മുന്നേ തന്നെ ആവേശം വർഷാവേശത്തിന് മുകളിലാണെന്നുള്ളത് ഓൾറെഡി വന്നു അല്ലേ. അതിനുശേഷം പോയിട്ട് ഞാൻ മറ്റേ പുസ്തകങ്ങളുടെ ചരിത്രം നമ്മൾ ആവർത്തിക്കുന്നൊക്കെ പറഞ്ഞത് ഞാനൊരു ഓളത്തിന് ഓളം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്, അല്ലാണ്ട് എനിക്കറിയില്ല ആവേശം. പക്ഷെ ആ രീതിയിൽ ആ സമയത്ത് എനിക്ക് എന്റെ സിനിമയെ താഴ്ത്തി കെട്ടി പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും. എനിക്കറിയാം വർഷാവേശത്തിലെ പ്രശ്നങ്ങളൊക്കെ. പക്ഷെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഞാൻ അഭിനയിച്ചൊരു സിനിമ അതിനോടൊപ്പം വേറെ സിനിമ ഇറങ്ങുന്നു. എനിക്ക് ചിലപ്പോ അതിനെ എന്റെ സിനിമേനേക്കാളും ഇഷ്ടപ്പെടും. എനിക്ക് കണ്ടപ്പോ ആവേശമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അതിനേക്കാളും. അത് സത്യമല്ലേ, നമുക്ക് നമ്മളെ ടേസ്റ്റ് വ്യത്യാസം തെറ്റില്ലല്ലോ. വിഷു തൂക്കി എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ചേട്ടൻ വിഷു റിലീസായ പല സിനിമകളും അന്ന് വർക്കൗട്ട് ആവാതെ പോയിട്ട് പിന്നീട് ആഘോഷമാക്കി. പത്മനാഭൻ സാറിന്റെ അന്തരം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എന്റെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കോളേജിൽ സുഹൃത്തുക്കൾ കളിയാക്കുവായിരുന്നു എന്ത് സിനിമയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പം പിന്നീട് നമ്മൾ വാഴ്ത്തപ്പെട്ട ഒരുപാട് സിനിമകളുണ്ട്. ഈ അടുത്ത കാലത്ത് നോക്കുവാണെങ്കിൽ ബിഗ് ബി ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങിയത് പിന്നീട് ചരിത്രമായതാണ്. ആടിന്റെ പസ്പാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും സിനിമകൾ ചെയ്യുന്നതാണ്, സിനിമ നോക്കിയാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ജനറേഷൻസ് മാറുന്നതുകൊണ്ടാണോ അത് അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ കാഴ്ചപ്പാട് വർഷങ്ങൾ കഴിയുമ്പോൾ കാഴ്ചപ്പാട് മാറുന്നതുകൊണ്ടാണോ പിന്നീട് അല്ല ഇത് ഈ സിനിമയൊക്കെ അതുപോലെയാണ്. ഇപ്പം ചില സിനിമകൾ ഓവർ ദി ഇയേഴ്സ് ഇപ്പം ഇവൻ ആടൊക്കെ മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മാർട്ട് സ്ക്രീനിൽ വന്നു. ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ, അപ്പം ഇതിനന്ന് ഓടാത്ത സിനിമയാണ് അച്ഛൻ പലരും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരും, അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാകും, ചിരിക്കാനുള്ള സാധനമുണ്ട്. ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ ആൾക്കാർക്കൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന ആൾക്കാർ അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് 3 ഡേയ്സിൽ വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളെന്ന് പറഞ്ഞിട്ട് ഒരു 4-ാം ദിവസം തൊട്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, പടം വീണ് വരുന്നുണ്ടാവും. പിന്നെ ഉള്ളവരാവും. പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാത്ത കുറെ ആൾക്കാർ വരും. ഇത് പറഞ്ഞ പോലെ ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് മൗത്തിലാണ് ഇതൊക്കെ വീണ്ടും പിക്കായി വരുന്നത്. ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ചിരിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ വരുന്ന 3 ഡേയ്സിൽ വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആ അത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും, ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരാണ്. അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു അതാണ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ. അപ്പൊ ചെറുപ്പക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കണ്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നതിന് ശേഷമാണ്. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ബിഗ് ബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുംബൈ. അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അവിടെ വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ ബിഗ് ബി അന്ന് ആവറേജ് ഹിറ്റ് ഒന്നുമില്ല, അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബി ആ സമയത്ത്. ചോദ്യം